ഡോക്ടർ ബി അശോകിനെ തദ്ദേശ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനാക്കിയ നടപടിയിൽ സർക്കാരിന് കനത്ത തിരിച്ചടി. നിയമന ഉത്തരവ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ റദ്ദാക്കി. ഡോക്ടർ ബി അശോകിന്റെ സമ്മതമില്ലാതെയുള്ള നിയമനം നിയമവിരുദ്ധമെന്ന് ട്രൈബ്യൂണൽ നിരീക്ഷിച്ചു. രേഷ്മ ബാബു ചേരുകയാണ് വിവരങ്ങളുമായി. രേഷ്മ, വിശദാംശങ്ങൾ. തന്റെ സമ്മതമില്ലാതെയാണ് നിയമവിരുദ്ധമായിട്ട് സംസ്ഥാന സർക്കാർ തന്നെ തദ്ദേശ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനാക്കിയത് എന്നുള്ള ഒരു വാദം മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഈ സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് ബി അശോക് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. അതിലാണ് ഇപ്പോൾ ട്രൈബ്യൂണലിന്റെ ഭാഗത്തുനിന്നും അശോകിന് അനുകൂലമായിട്ടുള്ള ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. നിയമനം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആ നിയമനം റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ബി അശോകിന്റെ സമ്മതം ഇല്ലാതെയാണ് നിയമനം നടത്തിയത്. അതുകൊണ്ട് തന്നെ അത് നിയമവിരുദ്ധമാണെന്നും ട്രൈബ്യൂണൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ അശോക് നൽകിയ ഹർജിയിൽ ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത് ഈ നിയമനം സംസ്ഥാന ഡെപ്യൂട്ടേഷനിലുള്ള ട്രാൻസ്ഫർ തന്നെയാണ് എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം. അതുകൂടാതെ തന്നെ ഈ സിവിൽ സർവീസ് കേഡറിനുള്ളിൽ തന്നെ നടത്തിയ നിയമനം അത് മന്ത്രിസഭ എടുത്ത ഒരു കൂട്ടായ തീരുമാനമാണ്. അത് ഈ അശോകിന്റെ സർവീസിനെയോ അതുകൂടാതെ കേന്ദ്ര ഡെപ്യൂട്ടേഷനെ പോലും നിയമനം ബാധിക്കില്ല എന്നുള്ള ഒരു മറുവാദമായിരുന്നു സംസ്ഥാന സർക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അക്കാര്യം തള്ളിക്കൊണ്ട് ഈ നിയമനം നിയമവിരുദ്ധമാണെന്നും അശോകിനെ തദ്ദേശ ഭരണ പരിഷ്കാര കമ്മീഷനായിട്ട് നിയമിച്ച നടപടി അത് റദ്ദാക്കുകയുമാണെന്നും ഉത്തരവിടുകയായിരുന്നു. അനു, തീർച്ചയായും ഇതൊന്നും അറിവില്ലാത്തതായിരിക്കത്തില്ലല്ലോ രേഷ്മ, ഈ നിയമന നിബന്ധനകളൊന്നും. എന്നിട്ട് പോലും ഇത്രയും ധൃതി പിടിച്ച് ഇത്തരം ഒരു നിയമനത്തിന്റെ കാരണം എന്തായിരിക്കും? വികാര നടപടി എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു നിയമനം സർക്കാർ നടത്തിയെന്നുള്ള ഒരു ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അതിനിടയിലായിരുന്നു ബി അശോക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചുകൊണ്ടുള്ള ഒരു നീക്കം നടത്തിയത്. തുടർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആദ്യഘട്ടത്തിൽ ഈ നിയമന ഉത്തരവ് അത് നടപ്പാക്കുന്നതിൽ ഒരു സ്റ്റേ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. സർക്കാർ അക്കാര്യത്തിൽ പറഞ്ഞത് ഈ നിയമനം ശരിയായ രീതിയിലാണ് മന്ത്രിസഭ എടുത്ത കൂട്ടായ തീരുമാനമാണ്. തന്റെ ഈ അശോകിന്റെ കേന്ദ്ര ഡെപ്യൂട്ടേഷനെ അത് ബാധിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ഈ നടപടി അത് സ്റ്റേ ചെയ്ത രീതി അല്ലെങ്കിൽ അതിന്റെ ഇടക്കാല ഉത്തരവ് അത് നീക്കണമെന്നുള്ള ഒരാവശ്യം ട്രൈബ്യൂണൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ട്രൈബ്യൂണൽ കണക്കിലെടുക്കാതെ വിശദമായിട്ടുള്ള ഒരു വാദത്തിന് മാറ്റിയതിനു ശേഷം ഇന്ന് അന്തിമ ഉത്തരവ് ഇടുകയായിരുന്നു. എന്തായാലും നിലവിൽ അശോകിനെ തദ്ദേശ ഭരണ പരിഷ്കാര കമ്മീഷൻ ആയി നിയമിച്ച നടപടിയാണ് സർക്കാരിന് അത് മാറ്റേണ്ടി വരുന്നത്. ട്രൈബ്യൂണലിന്റെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ അത് റദ്ദാക്കുകയും അതോടൊപ്പം തന്നെ അശോകിന്റെ സമ്മതമില്ലാതെ അശോക് പ്രധാനമായിട്ട് ഉന്നയിച്ചൊരു വാദം തന്റെ കേന്ദ്ര ഡെപ്യൂട്ടേഷനെ അടക്കം ഇത് ബാധിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിയമവിരുദ്ധമാണ് എന്നുള്ളൊരു വാദമായിരുന്നു അശോക് ഹർജിയിൽ അടക്കം ഉന്നയിച്ചിരുന്നത്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ട്രൈബ്യൂണൽ അനുകൂലമായ ഒരു ഉത്തരവ്, അതായത് തദ്ദേശ ഭരണ പരിഷ്കരണ കമ്മീഷൻ ആയ നിയമിച്ച സർക്കാർ നടപടി റദ്ദാക്കിയിരിക്കുന്നത്. ശരി, രേഷ്മ ബാബു ആണ് വിശദാംശങ്ങൾ നൽകിയത്.